നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വരരുചിയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പറയിപ്പറ്റ പന്തിരൂലം. വരരുചിക്കും പഞ്ചമിക്കും ആദ്യത്തെ പുത്രൻ ജനിച്ചു. ആ കുഞ്ഞിനെ വനത്തിൽ ഉപേക്ഷിച്ചു. ആദ്യത്തെ പ്രസവത്തിൽ ഗർഭക്ലേശങ്ങളൊന്നുമില്ലാതെ മാസം പൂർത്തിയായി ഒരു പൊന്തക്കാടിൽ പ്രസവിച്ചു. കുഞ്ഞിനെ ഉപേക്ഷിച്ചു. അതിനുശേഷം വീണ്ടും വരരുചിക്കൊപ്പം യാത്ര തുടർന്നു, ദേശാടനം തുടർന്നു. കുറേ നാൾ കഴിഞ്ഞു. പഞ്ചമിക്ക് എന്തോ രണ്ടാമതും ഗർഭിണിയായി. പഞ്ചമി ഒരു പരാതിയുമില്ലാതെ ഗർഭകാലത്തെ ആ ആലസ്യങ്ങളെല്ലാം ഭർത്താവിനെ അറിയിക്കാതെ തന്നെ ജീവിച്ചു. ആദ്യ ഗർഭത്തിലും അങ്ങനെ തന്നെയായിരുന്നു. തനിക്ക് ചില ഭക്ഷണങ്ങൾ ഇഷ്ടമല്ലെന്നും ചിലത് കാണുമ്പോൾ തനിക്ക് വേണ്ട ഒരു രുചിയും തോന്നണില്ല, കഴിക്കണില്ല എന്നുള്ളതും, അതുപോലെ ചില ഭക്ഷണങ്ങളോട് ആഗ്രഹമുണ്ടെന്നുള്ളതും ഇതൊന്നും ഭർത്താവിനോട് പറഞ്ഞില്ല. ഒരു മോഹവുമില്ലാതെ ഇങ്ങനെ നടന്നു ദേശാടനം. നടന്ന് ഗർഭം പൂർത്തിയായി. പഞ്ചമിക്ക് ഗർഭാലസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹത്തെ പിന്തുടർന്ന് പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞോളം നടപ്പ് ഒപ്പം കടത്താൻ ബുദ്ധിമുട്ടായി. അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും വിഷമമുണ്ടോ പഞ്ചമി എന്ന് ചോദിച്ചു. നടുവേദനയുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം പൊന്തക്കാട്ടിൽ പോകാൻ പറഞ്ഞല്ലോ. ദാ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് മാറി ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പൊക്കോളൂ എന്നു. അവിടെ പോയി. കുറേ സമയം കഴിഞ്ഞു. കുട്ടിയുടെ കരച്ചിൽ കേട്ടു. വരരുചി മാനത്തേക്ക് നോക്കി നക്ഷത്രങ്ങളും പ്രസവ സമയവും ഗ്രഹനിലയൊക്കെ പരിശോധിച്ചുകൊണ്ടിരുന്നു. കുട്ടിയെയും കൊണ്ട് പഞ്ചമി വന്നു. പഞ്ചമി, കുട്ടിക്ക് വാ കീറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു വരരുചി. ഓല്ലോ, വാ കീറിയിട്ടുണ്ട്. അവിടെ കിടത്തിക്കോളൂ. വാ കീറിയിട്ടുള്ള ദൈവം ഭക്ഷണം കൊടുത്തോളൂ. ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. പഞ്ചമി ഭർത്താവിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഈ തീരുമാനം അദ്ദേഹത്തിൻ്റേത് മാത്രം. ഒന്നും പ്രതികരിക്കാതെ കുട്ടി അവിടെ കിടത്തി. പഞ്ചമി അദ്ദേഹത്തോടൊപ്പം നടന്നുപോയി. ഇങ്ങനെ 11 കുട്ടികളെ പഞ്ചമി പ്രസവിച്ചു. പഞ്ചമി ഉപേക്ഷിച്ചു. എവിടെ പ്രസവിക്കണോ അവിടെ ഇട്ടിച്ചു. അങ്ങനെ കുറേ നാൾ അവർ ജീവിച്ച് പിന്നെ ആയപ്പോൾ തുടർച്ചയായുള്ള പ്രസവം കൊണ്ടും ഒക്കെ പഞ്ചമിക്ക് പ്രായവുമായി, വയ്യാണ്ടൊക്കെ ആയി. എന്നാലും ദേശാടനം നടക്കുക. നടന്നങ്ങനെ കുറേ പോയപ്പോൾ വീണ്ടും 12ാമത് പഞ്ചമി ഗർഭിണിയായി. ഗർഭാലസ്യമൊന്നും ഭർത്താവിനെ അറിയിക്കാതെ വളരെ സന്തുഷ്ടമായ മനസ്സോടെ ഈശ്വര പ്രാർത്ഥനയോടെ, ഭർത്തൃപൂജ തന്നെ ഈശ്വര പ്രാർത്ഥന. പതിവ്രതമാർക്ക് ഭർത്തൃപൂജയാണ് ഈശ്വര പ്രാർത്ഥന. അതിലും വലിയ പതിപൂജയേക്കാൾ വലിയൊരു പൂജയില്ല എന്നാണ് പറയുക. പതിഭക്തിയാണ് ഭാര്യമാർക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെ പോയി കുറേ നാൾ കഴിഞ്ഞു. ഗർഭം പൂർത്തിയായി. പഞ്ചമിക്ക് ആ ഗർഭം ധരിച്ചപ്പോൾ മുതൽക്ക് ഉള്ളിലൊരു തോന്നൽ, 11 കുട്ടികളെ ഞാൻ പ്രസവിച്ച ഉടനെ ഉപേക്ഷിച്ചില്ലേ, കുഞ്ഞുങ്ങളെ ഒന്ന് കാണാനോ മുലയൂട്ടാനോ അവരുടെ കളിയും ചിരിയും കാണാനോ കൊഞ്ചിക്കാനോ ലാളിക്കാനോ എടുത്തും കൊണ്ട് നടക്കാനോ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാനോ ഒരിടത്ത് കിടത്തി ഉറക്കാനോ അവരുടെ കൂടെ കിടക്കാനോ അവർ കിടക്കുന്നതിൽ നിന്ന് എണീറ്റ് ഇരിക്കുന്നത് കാണാൻ, നടക്കുന്നത് കാണാൻ, അവരുടെ വളർച്ച കാണാൻ, ഇതിനൊക്കെ എനിക്ക് ഭാഗ്യമില്ലാണ്ടായില്ലേ. ഈ ഇത്തവണ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, പറ്റില്ല, ഈ കുട്ടിയെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്ത് കുട്ടിയായാലും പറ്റില്ല, ഞാൻ ഈ കുട്ടിയെ എൻ്റെ കൂടെ കൂട്ടും എന്ന് തന്നെ തീരുമാനിച്ച് മനസ്സിലുറപ്പിച്ചു. അങ്ങനെ നടന്ന് ഗർഭം പൂർത്തിയായി. പ്രസവവേദന വന്നു. പഞ്ചമി പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ വരരുചി പതിവ് പോലെ ചോദിച്ചു, വായ കീറിയിട്ടുണ്ടോ? പഞ്ചമി നല്ല ഒന്നൊത്തരൊരു നുണയാ പറഞ്ഞു. ഇല്ല. എന്നാൽ കയ്യിലെടുത്തോ എന്ന് പറഞ്ഞു. കുട്ടിയെ ഉപേക്ഷിച്ചില്ല. പക്ഷേ ഇവിടെ മറ്റൊരു അത്ഭുതം സംഭവിച്ചു. പഞ്ചമി പ്രസവിച്ചപ്പം നോക്കിയതാണ്, നല്ലൊരാൺകുട്ടി, നല്ല ഐശ്വര്യമുള്ള കുട്ടി, വായൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചമി ഭർത്താവിനോടൊരു നുണയാ പറഞ്ഞില്ല എന്ന്.
അത് കഴിഞ്ഞ് വീണ്ടും കയ്യിലെടുത്തോ എന്നും പറഞ്ഞ് ഭർത്താവിൻ്റെ സമ്മതത്തോടെ കുട്ടിയെടുത്ത് നടക്കാനായിട്ട് പോയി. കുട്ടിയെ കയ്യിലെടുത്ത് പിന്നെ നോക്കിയപ്പോൾ ഈ കുഞ്ഞിനെങ്കിലും എനിക്ക് മുലപ്പാൽ കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് കരുതി കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേ പഞ്ചമി അന്തം വിട്ടുപോയി. വായയില്ല. വായ കീറിയിട്ടുണ്ടായിരുന്ന കുട്ടി എപ്പോൾ വായ കാണാനില്ല. എങ്ങനെ കുഞ്ഞ് മുലപ്പാൽ കുടിക്കും? വായില്ലാത്ത കുട്ടി മുലപ്പാൽ കുടിക്കും. ഉടനെ തന്നെ പരിഭ്രമിച്ച് നിന്ന പഞ്ചമി അങ്ങോട്ട് കരഞ്ഞു. അയ്യോ, ചതി പറ്റിയില്ലോ എന്ന്. അപ്പോൾ വരരുചി ചോദിച്ചു, ഭർത്താവ് ചോദിച്ചു, എന്തേ പഞ്ചമി? ഞാൻ ആ കുട്ടിക്ക് വായുണ്ടായിരുന്നു, അപ്പം കാണാനില്ല. ഞാൻ അങ്ങയോടൊരു കളവാണ് പറഞ്ഞത്, വായ കീറിയിട്ടില്ല എന്ന്. ഇപ്പം നോക്കുമ്പോൾ വായ കീറിയിട്ടില്ല, വായില്ലാണ്ടായത്. ഞാൻ തന്നേക്കോ എന്ന് പറഞ്ഞു വരരുചി കൈ നീട്ടി കുട്ടി അങ്ങോട്ട് മേടിച്ചിട്ട് അദ്ദേഹം അവിടെ അടുത്ത് കാണുന്ന ഒരു മലയുടെ മുകളിലേക്ക് അങ്ങനെ കയറിപ്പോയി. മലയുടെ പൊക്കത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ പാറ, ആ പാറയമ്മ കൊടുത്ത് കിടത്തി കുട്ടിയെ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വായില്ല മോനെ, ഈ കുന്നിൻ്റെ പേര് ഇനി മുതൽ വായില്ല കുന്ന് എന്നാണ്. ഈ വായില്ലാത്ത നീ ഈ വായില്ല കുന്നുമ്മേ ഇരുന്നോ, നിനക്ക് വേണ്ടതൊക്കെ ഇവിടെ വന്നു. അങ്ങനെയാണ് വായില്ല കുന്നിലപ്പൻ എന്ന ഒരു ക്ഷേത്രം ഉണ്ടായത്. ഈ മലപ്പുറം ജില്ലയിലെങ്ങാണ്ടാണ് വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം. അവിടെ അദ്ദേഹം ഒരു മഹാദേവൻ്റെ ഒരു അംശാവതാരമാണെന്നാണ് പറയുന്നത്, വായില്ല കുന്നിലപ്പൻ. അതുകൊണ്ട് പ്രധാനപ്പെട്ട ശ്രീകോവിലിൽ ഒരു മഹാദേവ ക്ഷേത്രമാണത്. പക്ഷേ ഒരു ഭാഗത്തായിട്ട് ഉപദേവനെ പോലെ വായില്ല കുന്നിലപ്പനും ഉണ്ട്. പറയിപ്പറ്റ പന്തിരുകുലം എന്നാണ്. ഇതോടുകൂടി ഈ 12ാമത്തെ പ്രസവത്തോടുകൂടി ഇനി ദാമ്പത്യ ജീവിതം, അതായത് പ്രസവാദി കാര്യങ്ങൾ അവർ ഉപേക്ഷിച്ചു. അപ്പോൾ പറയിപ്പറ്റ, പഞ്ചമി പെറ്റ, പറയിപ്പറ്റ 12 കുട്ടികൾ കൂടിയത്. 12 പേര് 12 സ്ഥലത്ത് 12 രീതിയിലങ്ങ് വളരുകയാണ്. അതാണ് പറയിപ്പറ്റ പന്തിരുകുലം എന്ന് പറയുന്നത്. ഈ 12 പേരിൽ ആദ്യത്തെ കുട്ടിയാര്, രണ്ടാമത്തെ കുട്ടിയാര് എന്നൊക്കെ ഉണ്ട്. പ്രസിദ്ധനായ കവി മധുസൂദനൻ നായരുടെ ഒരു കവിതയുണ്ട്, നാറാണത്ത് പ്രാന്തൻ. ഈ പഞ്ചമി പെറ്റ പഞ്ചമിയുടെയും വരരുചിയുടെയും പുത്രനാണ് അദ്ദേഹം. ആ നാറാണത്ത് പ്രാന്തൻ എന്ന കവിതയിൽ ഇതുണ്ട്, 12 മക്കളെ പെറ്റൊരമ്മേ, മക്കളിൽ ഞാനാണു ഭ്രാന്തൻ, 12 രാശിയും നീക്കുമമ്മേ, നിൻ്റെ മക്കളിൽ ഞാനാണനാഥൻ എന്ന് പറയുന്നൊരു കവിതയുണ്ട്. രസമായ കവിതയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വരരുചിയുടെയും പഞ്ചമിയുടെയും എല്ലാ മക്കളും ജനിച്ചു. 12 പേര് 12 സ്ഥലത്ത് വളരുന്നു. നമുക്ക് ഓരോരുത്തരുടെ സാഹചര്യങ്ങളെപ്പറ്റി ജീവിതങ്ങളെപ്പറ്റിയും ഒക്കെ മനസ്സിലാക്കാം. ഇന്ന് ഞാൻ ഈ കഥ ഇവിടെ നിർത്തുകയാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി, മാലതി വാര്യർ. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ എനിക്കൊരാഗ്രഹം, ഈ കഥ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അറിയുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കഥ കേൾക്കൂ. അവരുടെ അച്ഛനമ്മമാരായ നിങ്ങളോട് പറയാം, കഥ കേൾക്കൂ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. ഒരു കാലത്തെ ഈ 12 മക്കളും ജീവിച്ചിരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഇന്നും നമ്മുടെ ഈ കേരള മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇനിയുള്ള വഴി നമുക്കതൊക്കെ പോകാം, അവിടെയൊക്കെ കാണാം, ഓരോരുത്തരെയും കാണാം, ഓരോരുത്തരുടെയും ജീവിത രീതി മനസ്സിലാക്കാം. പറയിപ്പറ്റ പന്തിരുകുലം എന്നാണ് ഈ വരരുചിയുടെയും പഞ്ചമിയുടെയും ആ വംശത്തെ പറയുന്നത്. അതിലെ കഥകൾ മനസ്സിലാക്കൂ, അവരുടെ മക്കളെ മനസ്സിലാക്കൂ. ഈ കഥകൾ മറ്റു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കൂ.
ആദ്യം സ്വന്തം ഭവനത്തിൽ, പിന്നെ മറ്റുള്ളിടത്തൊക്കെ ആയിട്ട്. എല്ലാവർക്കും നന്ദി.